കോട്ടയത്ത് മരുന്നു പരീക്ഷണം നടത്തുന്ന ഡോക്ടർ പി.എസ്. ജോണിനെതിരെ പരാതി നൽകുമെന്ന് പി.സി. ജോർജ്. ഡോക്ടറുടെ തട്ടിപ്പിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് റിപ്പോർട്ടർ വാർത്താ പരമ്പരയിലൂടെ വ്യക്തമായതായി അദ്ദേഹം പറഞ്ഞു. അതേസമയം ഡോക്ടറെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ശ്രമിക്കുന്നതായി ആക്ഷേപം ശക്തമാവുകയാണ്. നട്ടെല്ല് തകർന്ന രോഗികൾക്ക് രോഗശാന്തി വാഗ്ദാനം ചെയ്ത് കോട്ടയത്തെ ഡോക്ടർ പി.എസ്. ജോൺ നടത്തുന്ന തട്ടിപ്പിനെക്കുറിച്ചും പരീക്ഷണത്തെക്കുറിച്ചും റിപ്പോർട്ടർ വാർത്തയിലൂടെ ബോധ്യപ്പെട്ടതായി പി.സി. ജോർജ് പറഞ്ഞു. ഡോക്ടർക്കെതിരെ പോലീസിനും ആരോഗ്യവകുപ്പിനും താൻ പരാതി നൽകും. ഡോക്ടറെ സംരക്ഷിക്കാൻ ഉന്നത ഇടപെടലുണ്ടെന്നും ഡോക്ടർക്കെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇയാൾക്കെതിരെയുള്ള ശക്തമായ സമരപരിപാടികൾക്ക് രൂപം നൽകാൻ ഞാനും കൂട്ടുനിൽക്കും, ഒരു സംശയം വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, അധികാരികളുടെ പരിപൂർണ പിന്തുണയില്ലാതെ ഇതുപോലെ ഒരു റാസ്കൽ പരിപാടി നടക്കും. അതേസമയം മുഖ്യമന്ത്രിക്ക് രോഗികൾ നേരിട്ട് പരാതി നൽകിയിട്ടും ഇതുവരെയും നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ആരോഗ്യവകുപ്പിന്റെ നിലപാടും ഇതുതന്നെ. അസോസിയേഷൻ ബേസിൽ ഉമ്മൻചാണ്ടി സാറിനെ കണ്ട് ഞങ്ങൾ ഈ പെൻഷൻ വർദ്ധിപ്പിക്കാനായിട്ടുള്ള അപേക്ഷ കൊടുക്കാൻ പോയി. അപ്പം ഞങ്ങൾ സാറിനെ വാക്കാലെന്ന് പറഞ്ഞിരുന്നു, സാർ ഇത് തട്ടിപ്പാണ്, ആർക്കും ഒരു ഗുണം ഉണ്ടാകുന്നില്ല എന്ന് മുഖ്യമന്ത്രി സാറിനെ ഞങ്ങളൊന്ന് പറഞ്ഞതാ. നീതി നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിൽ ഡോക്ടർക്കെതിരെ കോടതിയെ സമീപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇരകളായ രോഗികൾ. മരുന്ന് പരീക്ഷണം നടത്തുന്ന ഡോക്ടർക്കെതിരെ ഇത്രയധികം തെളിവുകൾ ഉണ്ടായിട്ടും ആരോഗ്യവകുപ്പ് നടപടി സ്വീകരിക്കാത്തത് ദുരൂഹതയുണർത്തുന്നു. നിരവധി തെളിവുകളും പരാതികളും ലഭിച്ചിട്ടും മുഖ്യമന്ത്രിയും ഈ വിഷയത്തിൽ നിസ്സംഗത തുടരുകയാണ്. ക്യാമറമാൻ എബിൻ സാബുവിനൊപ്പം യദു നാരായണൻ, റിപ്പോർട്ടർ, ഇടുക്കി.